ഉത്സവമൊക്കെ കഴിഞ്ഞോ സുമേ? കഴിഞ്ഞു. ഞാൻ ഇത്രയും ദിവസം നിന്നപ്പോ എല്ലാവർക്കും വലിയ അത്ഭുതം. ഞാൻ മേഡത്തെ വിട്ടുപോന്നോ എന്നൊക്കെയായി ചോദ്യം. ഞാൻ തന്ന കാശൊക്കെ തികഞ്ഞോ? നീ പിന്നെ വിളിച്ചില്ല? കാശൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് തിരക്കായി പോയി, അതാ ഞാൻ പിന്നെ വിളിക്കാൻ. ഞാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്താ സുമേ, ഉത്സവമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ലേ? കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ഇപ്പൊ എടുക്കാം. ഏയ് തിരക്ക് പിടിക്കണ്ട, ഞാനൊരു വിശേഷം ചോദിച്ചേ ഉള്ളൂ. എന്തായാലും സുമ ഇന്ന് വന്നത് നന്നായി. ഞങ്ങളൊന്ന് വീട് വരെ പോവാൻ നിൽക്കുക. അച്ഛനും അമ്മ എന്താ തിരക്കിട്ട് പോകുന്നത്? ഒന്നുമില്ല മോളെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ഒന്നും പോയി നോക്കിയില്ലെങ്കിലേ എല്ലാം മെനകേടാവും. സുമ, നീ അകത്തേക്ക് ചെല്ല്. ചായ വെക്കണോ മാഡം? നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ആദ്യം പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ചെല്ല്. ശരി. ഞങ്ങൾ പോകാനുള്ള തീരുമാനം പറഞ്ഞപ്പോ ഗംഗാധരനും പോണൂന്നാ പറഞ്ഞത്. പക്ഷെ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അയാള് തീരുമാനിച്ചിട്ടുണ്ട് മോളെ. എല്ലാം ശരിയാക്കി മടങ്ങണമെന്ന് കരുതിയാ അച്ഛനും അമ്മയും വന്നത്. എന്ത് ചെയ്യാനാ മോളെ, ശാസിച്ച് തിരുത്താൻ പറ്റിയ പ്രായമൊന്നും അല്ലല്ലോ. മോള് സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? ജീവനോ? അമ്മ പേടിക്കണ്ട. സാരംഗും ഞാനും തമ്മിൽ എന്ത് ബഹളം ഉണ്ടായാലും സാരംഗനെ ദേഹോപദ്രവം ചെയ്യാനൊന്നും സാധ്യതയില്ല. വയലന്റ് ആയാൽ അവൻ അല്പം അപകടകാരിയാണ്. അങ്ങനെയാണ് വിധിയെങ്കിൽ അത് നടക്കട്ടെ അച്ഛാ. ഞാൻ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. സത്യം പറഞ്ഞാ പോകാൻ മനസ്സ് വരുന്നില്ല. അവളുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു വിങ്ങല്. പിടിച്ചു നിൽക്കാൻ കരുത്ത് കൊടുക്കട്ടെ ദൈവം. അച്ഛൻ പോവാണോ? സാരംഗിന്റെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞു. ജഗന്നാഥൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനും അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഡോക്ടർ മൈഥിലി ചില അവകാശങ്ങളുടെ പുറത്ത് കടിച്ചു തൂങ്ങുന്നിടത്ത് വെറും ഒരു പറ്റിക്കൂടലുകാരനായി ഞാൻ നിന്നൂടല്ലോ. സാരംഗ അങ്ങനെ പറഞ്ഞത് അച്ഛന് നല്ല വിഷമായി അല്ലേ? ഏയ്, അയാള് നടത്തിയൊരു പ്രയോഗം ഓർത്തു എന്നല്ലാതെ അതിന്റെ പേരിൽ വിഷമമൊന്നുമില്ല. അല്ലെങ്കിലും ഇഷ്ടമില്ലാത്തവരോട് അല്പം മൂർച്ചയുള്ള വാക്ക് പറയുന്നതാണല്ലോ മനുഷ്യരുടെ ഒരു ശീലം. സാധാരണ അച്ഛൻ വന്ന് മടങ്ങുമ്പോ കുറച്ചു ദിവസം നിൽക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ ഞാനത് ചെയ്യില്ല. അച്ഛൻ പോയിക്കോളൂ. അച്ഛൻ കാണിക്കുന്ന മനക്കരുത്ത് കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. അതെന്തിനാ? എന്തുപറ്റി? തളർന്ന് വീഴുമെന്ന് തോന്നിയോ? മുമ്പൊക്കെ ഇവിടെ വരുമ്പോ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നലായിരുന്നു അച്ഛൻ. ഇപ്പൊ അതല്ല. നീ ഒരു നടുക്കടല്ല. അവിടെ നിന്ന് കൈകാലിട്ട് അടിച്ച് തുഴഞ്ഞെത്തുമ്പോ കരയ്ക്കെങ്കിലും അച്ഛൻ നിൽക്കണം എന്നൊരു തോന്നലുണ്ട് എനിക്ക്. അതുകൊണ്ട് അച്ഛൻ തളർന്നു പോവില്ല. ഇപ്പോഴും അച്ഛന് സന്തോഷം തരണമെന്ന് കരുതുന്നവളാ ഞാൻ. കാലക്കേട്, അതിനുള്ള യോഗമില്ല. അച്ഛനെ നിന്നെക്കുറിച്ച് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛൻ അത് മതി മോളെ. എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. കുറെ അങ്ങ് പൊരുതി കഴിയുമ്പോൾ ചിലപ്പോ ഒന്ന് തളരും. അപ്പോ പോരാട്ടങ്ങളെല്ലാം അവസാനിപ്പിച്ച് തല താഴ്ത്തി നടന്നാലോ എന്ന് കരുതും. അങ്ങനെ എൻ്റെ മോളാവരുത്. നിന്റെ ശിരസ് ഉയർന്നു തന്നെ ഇരിക്കണം. ഈ ചോരയല്ലേ? അഭിമാനത്തിൽ തൊട്ടാൽ അച്ഛൻ കാണിക്കുന്ന കരുത്ത് കാണിക്കാൻ എനിക്കും അറിയാം. അച്ഛനിനെ എങ്ങോട്ടാ? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? എന്റെ ശീലങ്ങൾ നിനക്കറിഞ്ഞൂടെ? അച്ഛനിനെ എന്നാ ഇങ്ങോട്ട് വരിക? മോള് വിളിച്ചോ? പണ്ടത്തെ പോലെ ഒഴിവ് കഴിവുകൾ അച്ഛൻ പറയില്ല. നിന്റെ ഒരു വിളി വന്നാൽ ഉടനെ അച്ഛൻ ഇവിടെ എത്തും. അച്ഛൻ എന്റെ പേരിൽ വിഷമിക്കരുത്. അതെന്തോ പറച്ചില്ല. നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നതും നിന്നെ ഓർത്ത് വിഷമിക്കുന്നതും ഒക്കെ അച്ഛന്റെ അവകാശമല്ലേ? യാമി മോളെ കുറിച്ചും യദുമോനെ കുറിച്ചും ഒക്കെ നിന്റെ ഉള്ളിൽ ഒരു വേദനയില്ലേ?
ലോകത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കളെ കുറിച്ച് അതുണ്ട്. അതുകൊണ്ടല്ലേ മോളെ ഈ അച്ഛനും മക്കളും ബന്ധമൊക്കെ രസമാവുന്നത്. ഡോക്ടർ മൈഥിലി, ആ പേര് അഭിമാനത്തിൻ്റെത് മാത്രമായിരിക്കണം. കേട്ടോ മോളെ? എടോ രംഗനാഥ, അരുൺ വന്നോ അങ്ങോട്ട്? ഫാദർ വരൂ. എടോ രംഗനാഥ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അരുൺ വന്നിരുന്നു അങ്ങോട്ട്? പകൽ വന്നിരുന്നു കാണാൻ. സ്നേഹയുമായിട്ട് സംസാരമായി. അരുൺ അവളെ തല്ലി. തല്ല്? ഞാൻ അവനോട് പറഞ്ഞിരുന്നതാ ഇങ്ങോട്ട് വരണ്ടെന്ന്. അരുൺ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നിന്ന് എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പൊ പിന്നെ അയാളെ കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ലല്ലോ ഫാദർ. സ്നേഹ എവിടെ? ഫാദർ ഇപ്പൊ അവളെ കാണണ്ട. അരുണിനോടുള്ള ദേഷ്യം അവൾ ഫാദറിനോട് തീർക്കും. എനിക്ക് അതിനും കൂടെ സാക്ഷിയാവാൻ വയ്യ. നമ്മുടെ കുട്ടികൾ നമ്മളോട് എന്തും പറഞ്ഞോട്ടെ. സ്നേഹമോളെ, മോളെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഫാദർ. ഞാൻ കെട്ടിപ്പൊക്കിയ മനക്കോട്ടുകളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. മോളെ, കാര്യം എന്തൊക്കെയായാലും അവൻ നിന്നെ തല്ലിയതിനോട് എനിക്ക് യോജിക്കാനാവില്ല. പക്ഷേ മോളുടെ ചിന്തകളും പ്രവൃത്തികളും അല്പം ക്രൂരമായി പോയി. അത് പറയാതെ നിവൃത്തിയില്ല. പരിശുദ്ധമായ ചില ബന്ധങ്ങളെ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ നമുക്ക് അപമാനിക്കാൻ പറ്റും, സംശയിക്കാനും പറ്റും. പക്ഷേ ഒരു ജന്മം മുഴുവൻ കഴിഞ്ഞാലും ഒരു മാന്യമായ തിരുത്തുണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടെയാണ് മോളെ നമ്മൾ തോറ്റുപോകുന്നത്. ഫാദറിന്റെ മകൻ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടാ ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഫാദർ ഇങ്ങനെ സംസാരിക്കാൻ കാര്യം എന്താ? സ്നേഹേ, ഞാൻ പറഞ്ഞോളാം രംഗനാഥ. മോളെ, ദേഷ്യത്തിലും സങ്കടത്തിലും മനുഷ്യന്റെ വാചകത്തിന്റെ ഭംഗിയോ യാഥാർത്ഥ്യത്തിന്റെ തോതോ ഒന്നും നോക്കില്ല. വായി തോന്നുന്നത് വിളിച്ചു പറയും. അല്പം കഴിയുമ്പോൾ അതൊക്കെ മനസ്സിൽ നിന്ന് തുടച്ച് മാറ്റുകയും ചെയ്യും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കുഞ്ഞ് എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല. എൻ്റെ മുമ്പിൽ നിന്ന് പോയ നിമിഷം മുതൽ ഞാൻ അവനെ വിളിച്ചോണ്ടിരിക്കുക. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. അവൻ എവിടെ പോയിരിക്കുകയെന്ന് എനിക്കറിയില്ല. ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അഭയം കൊടുക്കാൻ ഒരാളേ ഉള്ളൂ. ഡോക്ടർ മൈഥിലിയുടെ അടുത്തുണ്ടാവും. ഛേ, നിലവാരമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പറയണമെന്ന് സ്നേഹ വാശി പിടിക്കരുത്. രംഗനാഥ, ഞാൻ ഇറങ്ങാം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തേടി കണ്ടുപിടിച്ചേ പറ്റൂ. അവനെ ഇതുപോലെ ഒരുപാട് ബലമുള്ള മനസ്സൊന്നുമില്ല. പെട്ടെന്ന് താഴ്ന്നു പോകുന്ന കുഞ്ഞാ. ഫാദർ, അരുണിനെ കണ്ടാൽ എന്നെ ഒന്ന് വിളിക്കണം. ഓ ശരി. ആ മനുഷ്യനെ നീ അവമാനിച്ചു അല്ലേ? ഒരു കാര്യം ചെയ്, ആരോട് എന്റെ മുമ്പിലേക്ക് വരണ്ടെന്ന് പറ. അല്ലെങ്കിലേ ഉമ്മറത്തൊരു ബോർഡ് എഴുതി വെക്ക്, വീട്ടിൽ വളരെ മോശം സ്വഭാവമുള്ള ഒരാളുണ്ട്, ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇനി ആര് വന്നാലും എന്നെ വിളിക്കണ്ട. സാരംഗേ, നീ നമ്മുടെ പുരാണങ്ങൾ വായിച്ചിട്ടില്ലേ? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് അതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. നിലനിൽപ്പിന് വേണ്ടി കൊല ചെയ്യാം, ധർമ്മം ജയിക്കാൻ വേണ്ടിയും കൊല ചെയ്യാം. അത് തെറ്റല്ല. നമുക്ക് മുന്നിലൊരു മാർഗതടസ്സം ഉണ്ടാവുമ്പോൾ അതിനെ വളരാൻ വിട്ട് കൈകെട്ടി നോക്കി നിന്നാ നമ്മൾ വിഡ്ഢികളാവും. പകരം വെട്ടിയെറിയണം. ബുദ്ധിയുള്ളവനാണെങ്കിൽ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്നാ കരുതുന്നത്. എന്നാ നീ ഫോൺ വെച്ചോ. എന്താ ലക്ഷ്മി കഞ്ഞി കുടിക്കാത്തത്? വേണ്ട, എനിക്കറിഞ്ഞില്ല. എന്തു പറ്റി? ആരെ കൊല്ലാനാ സാരെങ്കിലോണ്ട് പറഞ്ഞത്? ലക്ഷ്മി കഞ്ഞി കുടിക്കേ. കുടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞാ പോരെ?
പറഞ്ഞില്ല. മാർഗതടസ്സങ്ങൾ മാറ്റണമെന്ന് സാരംഗിനോട് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ജോലി സംബന്ധമാവാം, കുടുംബപരവും ആവാം. ആ ഡോക്ടർ പയ്യനെ കൊല്ലാനാണോ? അതെ. ദൈവമേ, ചെയ്യുമോ നിങ്ങളത്? ചെയ്യണ്ടേ? കയ്യിലൊരു വിലങ്ങ് വെച്ച് അവൻ നടക്കുന്നത് കാണണ്ടേ? ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഇതിലെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടണ്ടേ? ആ, ദാ, ഈ ടാബ്ലറ്റ് കൂടി അങ്ങ് കഴിക്കുക. എനിക്ക് ഭക്ഷണവും വേണ്ട, മരുന്നും വേണ്ട. എന്നെ ഒന്ന് കൊന്നു തരാമോ? ലക്ഷ്മി, നീ എന്നോടൊപ്പം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിന്റെ മനസ്സ് എന്റെ ഒപ്പം എത്തുന്നില്ല. എന്ത് ചെയ്യാനാ? ഇത് കഴിക്ക് ലക്ഷ്മി. വേണ്ടെന്നല്ലേ പറഞ്ഞത്? കഴിക്കാനല്ലേ പറഞ്ഞത്? ലക്ഷ്മി, നിനക്ക് വയ്യ. എന്നിട്ടും നീ ചോദിക്കുമ്പോ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് തളർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തിന് ഒരല്പം ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടിയാ. ഈ കട്ടിൽ ഒരു പുതപ്പിനടിയിൽ തളർന്നു കിടക്കുന്ന ലക്ഷ്മി ഇപ്പൊ എന്നോട് എതിര് പറയുന്നില്ലേ? ഇപ്പൊ എന്നെ ശപിക്കുന്നില്ലേ? അതൊരു ഗുണമല്ലേ? നാളെ നേരം വിളിക്കേണ്ടി വരുമെന്ന് അറിയില്ല. അതിനു മുൻപ് നല്ലൊരു വാർത്തയുണ്ടാവും. നീ കണ്ടോ? ഇനി ഈ കഞ്ഞി കുടിക്കുന്നുണ്ടോ ലക്ഷ്മി? ഇല്ല. ആ, ചില വ്രതങ്ങളൊക്കെ നല്ലതാ. ചില ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വളരെ നല്ലതാ. ആ, വായ കഴുകുക. വെള്ളം കുടിച്ചോ? ലക്ഷ്മിയെ പരിചരിക്കാൻ എനിക്ക് ഇഷ്ടമാ. ലക്ഷ്മി ഇങ്ങനെ നല്ലവളായിട്ട് ഇരിക്കുകയാണെങ്കിൽ കിടന്നോ ലക്ഷ്മി. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ കൂടുതലായിപ്പോയി. സോറി. ഒന്നാലോചിച്ചപ്പോ ഞാൻ ചെയ്തത് വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി. അരുണൊരു പാവ. വെറുതെ അയാളെ മൈഥിലി അവനോട് സംസാരിക്കാൻ മടിച്ചതിന്റെ പേരില് ജോലി തന്നെ വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ച ആളാ. ആള് സിൻസിയറാ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലൊരു കറയുണ്ടെങ്കിൽ സാരംഗിനോട് ചോദിക്കാൻ അയാൾ വരുമായിരുന്നോ? ഇല്ലടോ. അരുണിനെ ഞാൻ ഒരിക്കലും സംശയത്തിൽ കണ്ടിട്ടില്ല. സാരംഗ് ആരോപിക്കുന്ന വൃത്തികെട്ട കഥകൾ നാണം കെട്ടതാണെന്ന് അറിയുകയും ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നുമില്ലെന്ന് തനിക്കറിയാലോ. എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് തൻ്റെ അടുത്തേ പ്രകടിപ്പിക്കാനുള്ളൂ. നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്തെങ്കിലും തടസ്സം വന്നാൽ അതെനിക്ക് താങ്ങാനാവില്ലടോ. എനിക്കറിയാം. പക്ഷേ മൈഥിലി അനുഭവിക്കുന്ന വേദന ആലോചിച്ചപ്പോ എനിക്ക് നിയന്ത്രിക്കാനായില്ല. എന്താ രഞ്ജിത്ത് അവളുടെ അവസ്ഥ? ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന അവൾ ചുമക്കേണ്ടി വരുന്നൊരു നാണക്കേട്. ഇപ്പൊ അരുണിന്റെ കാര്യത്തിലുണ്ടായ ഈ സംഭവം ഇനി എത്ര കാലം മൈഥിലിയെ മുറിവേൽപ്പിക്കുമെന്ന് അറിയോ? ഒരാൾ താങ്ങുന്നതിനൊരു പരിധിയില്ലേ? അവളൊന്ന് വീണു പോയാലോ? അതൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് പേടിയുണ്ട് രഞ്ജിത്ത്. അവളിങ്ങനെ നടക്കുമ്പോഴും നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴും നല്ല ഉൾക്കരുത്തുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും.
അവൾ അതിന് ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ഭർത്താവും മകളും ഉന്നയിക്കുന്ന ഒരു വൃത്തികെട്ട സംശയം, അതിനെക്കുറിച്ചുള്ള കഥകള്, നമ്മൾ കാണുന്ന മൈഥിലിക്കപ്പുറം ഗംഗാധരന്റെ മകളായ മൈഥിലി എന്നൊരു കഥയുണ്ട്. കനം കറിഞ്ഞൊരു മനസ്സിന്റെ ഉടമയാ. ഡോക്ടർ മൈഥിലി പിടിച്ചു നിൽക്കുമായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഗംഗാധരന്റെ മകളായ മൈഥിലി തളർന്നു പോകും രഞ്ജിത്തെ. അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. മൈഥിലി പോലെ ഒരാളും ഇത്രയും നല്ലവരാവാൻ പാടില്ല, നിഷ്കളങ്കരാവാൻ പാടില്ല. ഐ എം റിയലി സോറി. ഇനി ഞാൻ ഒന്നിനുമില്ല, ഒന്നിലും ഇടപെടാനുമില്ല, ആരെയും വേദനിപ്പിക്കാനുമില്ല. അപ്പൂപ്പനോട് പോണ്ടാന്ന് പറഞ്ഞൂടായിരുന്നു അമ്മയ്ക്ക്? അപ്പൂപ്പൻ വന്നിട്ട് കുറെ ദിവസമായില്ലേ മോനെ. അപ്പൂപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയാരും ഒന്നും പറയില്ലായിരുന്നു. അപ്പൂപ്പൻ ചോദിക്കുമല്ലോ. എന്തേ പേടിയാവുന്നുണ്ടോ മോന്? അമ്മയുടെ മോൻ എന്തിനാ പേടിക്കുന്നേ? അമ്മയില്ലേ കൂടെ? എന്നെ ആരും ഇറക്കുറങ്ങിയാലും എനിക്കൊരു കുഴപ്പമില്ല. അമ്മയെ ചീത്ത പറയുന്ന കേൾക്കുമ്പോ സങ്കടം വരും. മോൻ അതൊന്നും കാര്യാക്കണ്ട. മോൻ ആരോടും വഴക്കും വേണ്ട കേട്ടോ. കുറെ നാളുകൂടി കഴിയുമ്പോ നമ്മൾ പഴയതുപോലെ ആവും യദുക്കുട്ടാ. ചുമ്മാ പറയുക. അല്ല, ഇപ്പൊ പറയുന്നതൊക്കെ തെറ്റാന്ന് അച്ഛനും യാമിച്ചീച്ചിക്കും ഒക്കെ മനസ്സിലാവുന്നൊരു ദിവസം വരും. അപ്പൊ യദുക്കുട്ടൻ നോക്കിക്കോ. അതെന്നാ? മോന് ഓണം നല്ല ഇഷ്ടല്ലേ? അതെ. ഓണം വരാൻ വേണ്ടി യദുക്കുട്ടൻ എത്ര നാള് കാത്തിരിക്കും? കുറേ ദിവസം. ആ, ഒരു നല്ല കാര്യം സംഭവിക്കണമെങ്കിൽ കുറേ നാള് കാത്തിരിക്കണം. പക്ഷെ നമ്മൾ ക്ഷമിച്ചിരിക്കണം. അതുവരെ അമ്മ മോനെ കാത്തോളാം. ഹലോ ഫാദർ. ഹോസ്പിറ്റൽ എന്തെങ്കിലും ആവശ്യത്തിന് അരുണിനെ വിളിച്ചായിരുന്നോ? ഇല്ല ഫാദർ, ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചേ ഉള്ളൂ. എന്തു പറ്റി? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ. ഫാദർ പരിഭ്രമിക്കൊന്നും വേണ്ട. എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവും. അവൻ വന്നോളും. അവൻ സ്നേഹയുടെ അടുത്ത് പോയിരുന്നു. അവര് തമ്മിൽ വലിയ ബഹളം നടന്നു. അവൻ ആ കുഞ്ഞിനെ അടിച്ചു. എന്താരുണീ കാണിക്കുന്നത്? മോള് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഏറ്റവും അടുത്തു നിൽക്കുന്നവരെ സംശയിക്കുന്നതിനേക്കാൾ ക്രൂരമായ മറ്റൊന്നില്ലാന്ന്. അത് തന്നെയാ മോളെ അവൻ്റെയും പ്രശ്നം. മനസ്സു തുറന്ന് സ്നേഹിച്ച വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞാ. ആ കുട്ടിയായിട്ട് തുടങ്ങി വെച്ചതല്ലോ ഫാദർ, എല്ലാരും കൂടെ അവളുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചതല്ലേ. അതുകൊണ്ട് ആളുകൾ നിർബന്ധിച്ച ആരെങ്കിലും വിഷം വിഴുങ്ങോ? ഇല്ലല്ലോ. എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോ ഓർഫനേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. താങ്ങാൻ പറ്റാത്ത വിഷമം വന്നാ ഒന്നുകിൽ പള്ളി അല്ലെങ്കിൽ ഓർഫനേജ്. അതാണ് അവന്റെ ശീലം. ഫാദർ എന്നെ ഒന്ന് വിളിക്കുമല്ലോ അല്ലേ? ഓ ശരി മോളെ. എന്താ അമ്മ? അരുണങ്കിൾ ഹോസ്പിറ്റലിൽ ഉണ്ടോന്ന് അറിയാൻ ഫാദർ വിളിച്ചതാ. അരുണങ്കിൾ ഇവിടെ പോയി? ആ, ഇനി അതിന്റെ കാര്യം ഓർത്ത് ഇയാൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതൊക്കെ അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചോളും. മോൻ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കിടന്നുറങ്ങും. ചെല്ല്.